അമ്മമാർ പറയുന്ന കുറച്ച് നുണകൾ. നമ്പർ 1, 6 മണിക്ക് എണീപ്പിക്കാൻ പറഞ്ഞാൽ 10 മണിയെന്ന് പറഞ്ഞ് നമ്മൾ എണീപ്പിക്കും. നമ്മൾ നെഞ്ചത്തൊരു ഇടി ഒരു പൊന്നോ 10 മണിയായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി എണീക്കുമ്പോൾ നോക്കുമ്പോൾ എത്ര മണിയായി? 5:30. അപ്പോഴാണ് ഇനി അടുത്ത നുണ എന്ന് പറയുന്നത്, അടുത്ത് വന്നാൽ ഞാൻ നിന്നെ അടിക്കൂല. നമ്മൾ പേടിച്ചിട്ട് എന്തെങ്കിലും കളത്തിലൊക്കെ നമ്മൾ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓടിപ്പോയി നിൽക്കും. അപ്പോഴത്തേക്കും പറയും, നീ അടുത്ത് വന്ന് നിന്നെ അടിക്കത്തില്ല. ഇതിനാണ് വിളിക്കുന്നത്, അടുത്ത് വന്നിട്ട് പിടിച്ച് നിർത്തി അടിക്കാൻ. അത് ഏറ്റവും വലിയ നുണ, അടുത്ത് വന്ന് അടിക്കത്തില്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത നുണ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അടിക്കൂല. അത് വേറൊരു നുണ. സത്യം പറഞ്ഞാലും അടി കിട്ടും, സത്യം പറഞ്ഞില്ലെങ്കിലും അടി കിട്ടും. എന്താണെങ്കിലും അടി ഉറപ്പാണ്. സത്യം പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല, അടിയുടെ ഇൻറ്റൻസിറ്റി കുറയും സത്യം പറഞ്ഞോട്ടോ. ഇനി അടുത്ത നുണ എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയെന്ന് വെച്ചോ, ലേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഫോൺ വരും, അച്ഛൻ ഇവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്, പെട്ടെന്ന് വാ, വീട്ടിലോട്ട് വാ, അച്ഛൻ ഇവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. എവിടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല, അമ്മയ്ക്കായിരിക്കും ടെൻഷൻ. അമ്മയുടെ ടെൻഷൻ കാരണമാണ് അച്ഛൻ്റെ പേരിട്ടിട്ട് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് വേറൊരു നുണ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഈ നുണകളൊക്കെ പറയുന്നത്, അല്ലേ? പാവമാണ് അവർ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അപ്പം ശരി എന്നാൽ.